നിങ്ങൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇത്തരം വീടുകൾ, അതായത് നമ്മളെ ട്രഡീഷണൽ വീടുകൾ കൂടുതലും ചൂസ് ചെയ്യുന്നത് സിറ്റിയിലൊക്കെ ജോലി ചെയ്തിട്ട് പിന്നീട് ഒരു റിട്ടയർമെൻറ്റ് ലൈഫ് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ആളുകളാണ്. നോർമലി ഇപ്പോൾ ഈ ഗ്രാമപ്രദേശങ്ങളിലുള്ള ആളുകളൊക്കെ അത്രയും മോഡേൺ വീടുകൾ വേണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് അല്ലേ കൂടുതലും. ഓപ്പോസിറ്റ് എപ്പോഴും. അതെ, ഓപ്പോസിറ്റാണ്. അതായത് അതിൽ രണ്ട് രീതിയിൽ ഒന്നുകൂടെ ആലോചിച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി നമ്മൾ പറഞ്ഞില്ലേ, ഇത് നമ്മളിത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് രണ്ടിനും അജഗജാന്തരമാണ്. വീട് മെയിൻറ്റെയിൻ ചെയ്യണം, മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് വീട് വെക്കാനായിട്ട് വീട് വെക്കരുതെന്ന് പറയാനും. മെയിൻറ്റെയിൻ ചെയ്യുന്ന എപ്പോഴും ട്രഡീഷണൽ വീടുകൾക്ക് അത് മെയിൻ്റെനൻസ് കൂടുതലാണ്, നമ്മൾ കെയർ കൊടുക്കേണ്ട ഒന്നാണ്. ഉദാഹരണം, നടുത്തളങ്ങൾ വെച്ചിട്ട് വീട് പണിയുന്ന ആൾക്കാർ, നടുത്തളങ്ങൾ വന്നു കഴിയുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും നാലുകെട്ടുകൾ പോലെ ചെയ്യുമ്പോൾ, നാലുകെട്ടെന്ന് പറയാൻ പറ്റില്ല, കെട്ട് വാസ്തുവിധി അതിനകത്ത് ഉണ്ടാവില്ല. പക്ഷേ എന്നാൽ പോലും അതിന് നമ്മൾ കൊടുക്കേണ്ട കെയർ മറ്റൊന്നതിൻ്റെ 10 ഇരട്ടിയാണ്. പിന്നെ അകത്ത് യൂസ് ചെയ്യുന്ന ടൈലുകൾ അതനുസരിച്ച് വ്യത്യാസമാണെന്ന് നമ്മൾ അതിനെ കെയർ ചെയ്യേണ്ടത് വേറെ രീതിക്കാണ്. പിന്നെ ഇത് മെയിൻറ്റെയിൻ ചെയ്ത് വൃത്തിയാക്കേണ്ട രീതി വ്യത്യസ്തമാണ്. അല്ലെ, ഇവിടെ ഈ പറയുന്ന കണക്ക് നമ്മൾ പുറമേ കാണുമ്പോൾ ട്രഡീഷണൽ സ്റ്റൈലിൽ നിന്ന് തോന്നുന്ന പല വീടുകളുടെ ഇൻസൈഡ് അൾട്രാ ലക്ഷറിയാണ്, മോഡേൺ. ഇപ്പോഴത്തെ ട്രഡീഷണൽ വീടുകൾ കോസ്റ്റ് എഫക്റ്റീവ് അല്ലല്ലോ, ഹൈ-എൻഡ് കോസ്റ്റിൽ വരുന്ന വീടുകളാണ്. അല്ലെങ്കിലും ട്രഡീഷണൽ വീടുകൾക്ക് അത്ര കോസ്റ്റ് എഫക്റ്റീവ് എന്ന് പറയാൻ പറ്റില്ല. പറ്റുമോ? ഒരിക്കലും അത്രത്തോളം സാധനങ്ങൾ അതിനകത്തുള്ള കോസ്റ്റ് പണ്ട് ട്രഡീഷണൽ വീടുകളൊക്കെ നമ്മുടെ ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ഉപയോഗിച്ചില്ലേ, അങ്ങനെ ചെയ്യുമ്പോൾ കോസ്റ്റ് എഫക്റ്റീവ് ആയിരുന്നു. പക്ഷേ ഇന്നത് മാറി.